ഏത് പ്രായക്കാർക്കും ഇനി അധികം എണ്ണ ഒഴിക്കാതെ മീൻ വറുത്ത് തന്നെ കഴിക്കാം. അതിൻ്റെ ഒരു റെസിപ്പിയാണ് ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. ഇതിൽ അധികം നമ്മൾ എണ്ണ ചേർക്കുന്നില്ല. അതിനായി നമ്മൾ 3-4 ചെറിയുള്ളിയും പിന്നെ വെളുത്തുള്ളിയും അതുപോലെ വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളകും ചേർത്ത് ഇതുപോലെ നന്നായി നമ്മൾ ചതച്ചെടുക്കുക. എരിവ് കൂടുതൽ വേണം എന്നുള്ളവർക്കോ അതല്ലെങ്കിൽ കൂടുതൽ മീനുള്ളവർക്കോ ഇതിൻ്റെ അളവ് കൂട്ടാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഗ്യാസ് കത്തിച്ച് അതിൻ്റെ മേലെ ഒരു പാന് വെക്കുക. അതിൽ നമ്മൾ 1-2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച ചെറിയുള്ളിയും വെളുത്തുള്ളിയും എല്ലാം ചേർത്ത് ഇതുപോലെ ചെറുതായി ഒന്ന് മൂപ്പിക്കുക. പിന്നീട് നമ്മൾ അതിലാവശ്യമായ മുളക്, മഞ്ഞൾ, മല്ലിപ്പൊടി ചേർക്കാവുന്നതാണ്. അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമ്മളൊന്ന് ഇളക്കുക. ശേഷം നമ്മൾ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്ത് പിഴിഞ്ഞ് അതിലോട്ട് ഒഴിക്കുക. കുറച്ച് പച്ചവെള്ളം ചേർക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഇളക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ നന്നായിട്ട് തിള വരും. ഈ തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ഏത് മീനാണോ വറുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഇതുപോലെ വെക്കുക. ഏത് മീനോണ്ടും ഇങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ ചാളയായാലും മത്തിയായാലും നെയ്മീനായാലും അയക്കോറയാണെങ്കിലും എല്ലാം ഇതുപോലെ നമുക്ക് പൊരിച്ചെടുക്കാം. നമ്മൾ വറുക്കാൻ ഉദ്ദേശിക്കുന്ന മീനിൽ മഞ്ഞളോ മുളകോ ഉപ്പൊന്നും നമ്മൾ വേറെ ചേർക്കരുത്. എന്നിട്ട് നമ്മളൊരു 2 മിനിറ്റ് മീൻ ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ വെക്കണം. ഒന്ന് നോക്കിക്കേ, ഇതുപോലെ തള വരുമ്പോൾ നമ്മൾ ഈ മീനിനെ ഒന്ന് മറിച്ചിടുക. ഇപ്പോൾ ഏകദേശം ഞാനൊരു 2 മിനിറ്റാണ് വെച്ചത്. ഇങ്ങനെ നമ്മളെല്ലാ മീനും മറിച്ചിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഒരു 2 മിനിറ്റും കൂടി ഇതുപോലെ വെയിറ്റ് ചെയ്യുക. കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരും. ഇപ്പോൾ നോക്കിക്കേ, ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരുന്നില്ലേ? അപ്പോൾ നമ്മൾ ആവശ്യമായ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യമുള്ളവർക്ക് നിർബന്ധമില്ല, പക്ഷെ ഞാൻ ചേർത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളകും അയമോദകവും പൊടിച്ചതും കൂടി മീനിൻ്റെ മേലെ ഇങ്ങനെ വിതറുന്നുണ്ട്. അയമോദകം വയറിന് നല്ലതാണ്. അസിഡിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അയമോദകം ചേർക്കുന്നതും കഴിക്കുന്നതും വളരെ നല്ലതാണ്. അങ്ങനെ മീനിൻ്റെ ഒരു സൈഡ് നല്ലോണം വെന്ത് തുടങ്ങി, അതിലുള്ള ചാറുകളൊക്കെ വറ്റി തുടങ്ങി. ഇനി നമ്മളിതുപോലെ മീനിനെ ഒരു സൈഡ് മറിച്ചിട്ട് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ വെക്കുക. ഇപ്പോൾ നോക്കിക്കേ, മീനിൻ്റെ ഒരു സൈഡ് നമ്മൾ മീൻ പൊരിച്ച പോലെ തന്നെ ആയിട്ടുണ്ട്. ഇങ്ങനെ കഴിക്കുമ്പോൾ ചോറുകൾക്ക് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. നമ്മൾ മീൻ വറ്റിച്ച് കഴിക്കൂലേ, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. എന്നാൽ നമുക്ക് മീനൊക്കെ വറുത്ത് തന്നെ കഴിക്കാം. അപ്പോൾ ഏത് പ്രായക്കാർക്കും നല്ല രസമായിട്ട് തന്നെ മീൻ പൊരിച്ച് കഴിക്കാം.